കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ അഷ്ടാംഗ മാർഗം നമ്മൾ ആയുർവേദത്തിലൊക്കെ കേട്ടിട്ടുള്ളതൊക്കെയാണ്. അഷ്ടാംഗ വിദ്യ, അഷ്ടാംഗ മാർഗങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തത് പണവും ആരോഗ്യവുമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ പണം ഉണ്ടാവും, പണം ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. ഓരോ മനുഷ്യനും ജീവിതകാലം മുഴുവനും സുഖമായും സന്തോഷമായും സമാധാനമായിട്ടും ഐശ്വര്യത്തോടുകൂടിയും ജീവിക്കാൻ ഉതകുന്ന മാർഗങ്ങളാണ് അഷ്ടാംഗ യോഗ. ഒരു മനുഷ്യന് എന്തൊക്കെയാണോ ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം കിട്ടുന്ന ഒരു യോഗമാണ് അഷ്ടാംഗ യോഗ. ഈ അഷ്ടാംഗ യോഗയില് സ്ത്രീ പുരുഷ പ്രായഭേദമില്ലാതെ രോഗികൾക്ക് പോലും അനുഷ്ഠിച്ച പൂർണ്ണ ആരോഗ്യത്തിലെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ അഷ്ടാംഗ യോഗ പ്രായപ്തമാക്കി കഴിഞ്ഞാൽ, സ്വായത്തമാക്കി കഴിഞ്ഞാൽ, പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായവ്യത്യാസ ഭേദമന്യേ നമ്മൾക്ക് പൂർണ്ണ ആരോഗ്യവാനോ ആരോഗ്യവതിയോ ആവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മനസ്സിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥത നഷ്ടപ്പെട്ട് അമിത ആഹാരത്തിലും മദ്യത്തിലും ഒക്കെ നമ്മൾ പ്രതിലോമ പരിതസ്ഥിതികളിലും അഭയം കണ്ടെത്തി നിത്യരോഗിയായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തില് ഈ സമയത്ത് സ്വയരക്ഷയ്ക്കായിട്ട് വിശ്വാസം അർപ്പിക്കാൻ നമുക്കുള്ള ഒരേ ഒരു ഔഷധമാണ് ഈ ഉപയോഗം, ഈ അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന മാർഗം. നമുക്ക് പലരും പല ടെൻഷനൊക്കെ വരുമ്പോൾ, ഹെവി സ്ട്രെസ്സൊക്കെ വരുമ്പോൾ പോയിട്ട് കുറെ മദ്യം വാങ്ങിച്ചു കുടിക്കും. വേറെ ചിലര് കുറെ പേര് പോയിട്ട് സിഗരറ്റ് വലിക്കും, കഞ്ചാവ് വലിക്കും, പിന്നെ പല മാർഗങ്ങളും ആവിഷ്കരിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ജീവിതത്തിനെ സ്വായത്തമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രയോഗമാണ് ഈ അഷ്ടാംഗ യോഗ. വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങള്, അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങള്, ആഹാരത്തിനും ചികിത്സയ്ക്കും വേണ്ടി വരുന്ന അധിക ചെലവുകള്, ഇവയൊക്കെ പരമാവധി കുറയ്ക്കാനും സുഖകരമായിട്ടൊരു ജീവിത രീതിക്കും. ടെൻഷനും സ്ട്രെസ്സും കൂടുമ്പോഴാണല്ലോ നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. മദ്യവും മയക്കുമരുന്നും കഴിക്കുമ്പോഴാണല്ലോ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ രോഗങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മൾ ഉള്ള പൈസ മുഴുവൻ ചെലവാക്കി ചികിത്സയ്ക്ക് ചെലവാക്കി കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഇപ്പുറത്ത് അതിലും വലിയ ദുരിതങ്ങൾ വേറെ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റിവെറിച്ച് കുറച്ചിട്ട് സുഖകരമായൊരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ, അതിന് നമ്മൾ കഴിയണമെങ്കിൽ ഈ അമൂല്യ ശാസ്ത്രം പഠിച്ചാൽ മതി. ഈ അമൂല്യ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക്, ഏത് തലത്തിലുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വൃദ്ധനാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഇത് വേണമെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഇത് സ്വായത്തമാക്കാൻ സാധിക്കും ഈ അഷ്ടാംഗകൃതിയം. ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏത് വിഷമസന്ധിയും, ഏത് പ്രതിസന്ധിയും ഏത് ധീരമായ ശാന്തമായിട്ടും അതിജീവിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഗായത്രി അഷ്ടാംഗ മാർഗം. ഇത് ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കി പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ ജീവിതത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആനന്ദ ലഹരിയിൽ നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് സാധാരണക്കാരനും നമുക്കിത് പ്രായോഗികമാക്കാൻ സാധിക്കും. ഈ യോഗ ഇതിന്റെ ഒരു തിരിച്ചറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ചില നിബന്ധനകൾ പാലിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് നിബന്ധനകൾ എന്നുള്ളത് നമുക്ക് ഇത് സ്വായത്തമാക്കാൻ വരുന്നവർക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഇതൊരു ഗുരുവിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത്, ഗുരുവിൽ നിന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. യോഗയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കി ഈ നിബന്ധനകളൊക്കെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയ ലോകത്തിലും ലൗകിക സുഖത്തിലും എല്ലാം നമുക്ക് ആനന്ദ ലഹരിയിൽ ആറാടാൻ സാധിക്കും. എല്ലാവരും കേട്ട് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞ് ബുക്ക് മടക്കി വെക്കുന്ന പോലെ കേട്ട് കഴിഞ്ഞ് കളയാതെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുക. സാധാരണക്കാരായ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരും ആവട്ടെ ഇത് സ്വായത്തമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആനന്ദപൂർണമായിരിക്കും. സമ്പത്ത് മാത്രമല്ലല്ലോ, ആരോഗ്യം ഉണ്ടായ സമ്പത്ത് ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ സ്വായത്തമാക്കാൻ ശ്രമിക്കുക.